പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ സ്ഥിരം ലൊക്കേഷനായിട്ടുള്ള ട്രിവാൻഡ്രത്ത് തന്നെയാണ് കേട്ടോ. ട്രിവാൻഡ്രത്തുള്ള ഒരുപാട് കലാകാരന്മാരുടെ വീടുകളിലോട്ടും അതേപോലെ നാടുകളിലോട്ടൊക്കെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയാള സിനിമയിലും അതേപോലെ മലയാള കോമഡി മിമിക്സ് രംഗത്തും ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ ചെയ്ത് നടന്ന സ്വന്തം നോബിച്ചേട്ടൻ്റെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. വെഞ്ഞാറമൂട്ടിനടുത്ത് തൈക്കാടാണ് അദ്ദേഹത്തിൻ്റെ വീട് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ നാട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന തൈക്കാട് ജംഗ്ഷനാണ്. ഈ തൈക്കാട് ജംഗ്ഷൻ്റെ തൊട്ടടുത്തായിട്ടാണ് നോബിച്ചേട്ടൻ്റെ കുടുംബ വീടൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടത്തേക്ക് ഞാനൊന്ന് നടക്കാൻ പോവാണ്. അപ്പോൾ ഈ കാണുന്ന വഴിയുണ്ടല്ലോ, ഒരു ചെറിയൊരു വഴി, ഇതുവഴി കുറച്ച് മുന്നോട്ട് കയറി പോകുമ്പോഴാണ് നമ്മുടെ നോബിച്ചേട്ടൻ്റെ വീട് വരുന്നത്. വളരെ വീതി കുറഞ്ഞൊരു വഴിയാണ്. അപ്പോൾ ഇതുവഴി ജസ്റ്റ് അങ്ങോട്ട് നടക്കാം. അപ്പോൾ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നോബിച്ചേട്ടൻ്റെ ഒരുപാട് കുടുംബക്കാരും അവരെ ബന്ധുക്കളൊക്കെ താമസിക്കുന്ന ഒരു ഏരിയയാണ് എന്നാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ജസ്റ്റ് ഞാൻ അങ്ങോട്ട് നടക്കുവാണ്. നോബിച്ചേട്ടൻ ഒരുപാട് സ്റ്റേജ് പ്രോഗ്രാമുകളിലും അതുപോലുള്ള പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്ത് എല്ലാവർക്കും സുപരിചിതനാണല്ലോ. ഒരുപാട് വീടുകളൊക്കെ ഇരിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ അങ്ങ് ലാസ്റ്റായിട്ടാണ് അദ്ദേഹത്തിൻ്റെ വീട് വരുന്നത്. ഈ ഒരു റോഡ് ഏകദേശം അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ പോയാണ് അവസാനിക്കുന്നതെന്ന് പറയുന്നത്. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ നോബിച്ചേട്ടൻ്റെ ആ കുടുംബ വീട് ഉണ്ടായിരുന്ന ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ കുടുംബ വീടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ വീടാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ ഇവിടെയാണ് ഈ കുടുംബ വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ മുന്നിലായിട്ട് കാണുന്നതാണ് നോബിച്ചേട്ടൻ്റെ വീട്. അപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ നോബിച്ചേട്ടൻ്റെ ആ ഒരു കുടുംബ വീട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പപ്പ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഗൈസ്, നമ്മുടെ മുന്നേ ഇരിക്കുന്നതാണ് നമ്മുടെ നോബിച്ചേട്ടൻ്റെ ഫാദർ. അച്ഛൻ്റെ പേരെന്തുവാ? എൻ്റെ പേര് മാർക്കോസ്. അപ്പോൾ നോബിച്ചേട്ടൻ്റെ അച്ഛൻ്റെ പേര് മാർക്കോസ് എന്നാണ് കേട്ടോ. മാർക്കോസ് എന്നൊക്കെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ആരാണ്, പാട്ടുകാരൻ മാർക്കോസിനെയാണ് ഓർമ്മ വരുന്നത്. സെയിം പേര്. നേരത്തെ കുടുംബ വീടൊക്കെ ഇവിടെ ആയിരുന്നു ഇരുന്നത്. ഭാര്യയുടെ സ്ഥലമാണ്. ഓ, ഭാര്യ മരിച്ച് 2 വർഷം കഴിഞ്ഞു, 2.5 വർഷം. ആഹാ. ഓ, എൻ്റെ സ്ഥലം പുനലൂരാണല്ലേ? ഇപ്പോൾ ഒറ്റയ്ക്കുള്ളൂ ഇവിടെ? ഞാൻ വൈകിട്ടങ്ങ് പോകും. ഓ, വൈകിട്ടങ്ങ് മോൻ്റെ വീട്ടിൽ പോകും. അവിടെ ആരാ ഉള്ളത്? അവിടെ മരുമോളും കൊച്ചും. ഇപ്പം പിന്നെ അവിടെ ആരുമില്ല, കാരണം മരുമോള് അഡ്വക്കേറ്റ് അവള്. ഓ, അപ്പോൾ അപ്പച്ച ഇവിടെ വന്ന് ഫുഡൊക്കെ കഴിച്ച് റെഡി ആയിട്ട് വൈകിട്ടാകുമ്പോൾ അങ്ങ് പോകും. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കുന്ന കാര്യം പാടല്ലേ, ആരും ഇല്ലല്ലോ. അവൻ ഇവിടെ ഉള്ള സമയത്ത് ഞാൻ വൈകിട്ട് ഇവിടെ തന്നെയാ. പുള്ളി ഇങ്ങ് വരുമല്ലേ? അവന്റെ വണ്ടി ഇങ്ങ് വരത്തില്ല. ഇവിടെ വീതി ഇത്തിരി കുറവാ. വണ്ടി വരത്തില്ല. ഇതിപ്പോ ഈ വീട് വെച്ചിട്ട് എത്ര കൊല്ലാവും? ഈ വീട് വെച്ചിട്ട് ഒരു 4 വർഷം മാത്രമേ ഉള്ളൂ. ഓ, അതൊരു ചെറിയ വീടായിരുന്നു. ആദ്യത്തെ കുടുംബ വീട് ഇവിടെ തന്നെ ആയിരുന്നു. അച്ഛൻ നേരത്തെ എന്തുവായിരുന്നു പരിപാടികളൊക്കെ? ഞാൻ പ്രോഗ്രാമൊക്കെ ഹാർമോണിയം വായിക്കുമായിരുന്നു. ഹാർമോണിസ്റ്റ് ആണ്. ഓ, അങ്ങനെയാണ് സ്റ്റേജ് പ്രോഗ്രാമായിട്ട് നോബിച്ചേട്ടനും കണക്ഷൻ വന്നതല്ലേ? നോബിച്ചേട്ടനെ ചെറുപ്പത്തിൽ കൊണ്ടുപോയിരുന്നു. അങ്ങനെയൊക്കെയാണ്. ഇതാണ് നമ്മുടെ അതുല്യ കലാകാരൻ നോബിച്ചേട്ടൻ്റെ ആ ഒരു കുടുംബ വീടിരുന്നിടത്ത് ഇപ്പം 2ാമത് വെച്ച വീട് കേട്ടോ. അപ്പോൾ പുള്ളി ഇപ്പോൾ ഇവിടെ അങ്ങനെ വരാറില്ല, തിരക്കുകളിലാണ്. ഇപ്പോൾ കറക്റ്റ് എവിടെയാണ്? എറണാകുളത്താണോ ഉള്ളത്? ഓക്കെ. ഇന്ന് രാത്രി വെളുപ്പിനെങ്ങാനും വരും. ഇപ്പോൾ ഏതാ ഫിലിം അതിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? വല്ല അറിയാമോ? ഏത് സിനിമയാണെന്ന് അറിഞ്ഞൂടാ. ഫിലിം വർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. പുള്ളിക്ക് കിട്ടിയ കുറേ സംഭവങ്ങളൊക്കെ കൂടി ഇരിപ്പുണ്ട് കേട്ടോ, പുരസ്കാരങ്ങൾ. ഇപ്പോൾ മറ്റൊരു വീട്ടിലാണ് നോബിച്ചേട്ടൻ താമസിക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ആ ഒരു വീടും കൂടെ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നോബിച്ചേട്ടൻ ജനിച്ചു വളർന്ന ആ ഒരു സ്ഥലം കേട്ടോ. ഇവിടെ നിന്നാണ് അദ്ദേഹം
കലാപരിപാടികൾക്കായിട്ടൊക്കെ പുറപ്പെട്ടു പോയി ഇന്ന് സിനിമയിലൊക്കെ വളരെ തിരക്കുള്ള ഒരാളായിട്ട് മാറിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു നാടാണ് ഈ കാണുന്നത്. ഗ്രാമപ്രദേശം പോലെ ഇരിക്കുന്ന ഒരു ഭാഗമാണ്. അതിപ്പോൾ ഇവിടെ ഒരുപാട് വീടുകളൊക്കെ വന്നിങ്ങനെ സ്ഥലമൊക്കെ മാറിക്കൊണ്ടിരിക്കുക. പണ്ടത്തെ ഏഷ്യാനെറ്റിലൊക്കെ ഉണ്ടായിരുന്ന കോമഡി സ്റ്റാർസ് എന്ന പ്രോഗ്രാമിലൊക്കെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആർക്കും മറക്കാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരപ്രകൃതവും സ്റ്റേജ് പ്രോഗ്രാമുകളിലൊക്കെ അദ്ദേഹം വന്നിട്ടുള്ളതും നാളെ ചിരിപ്പിച്ചിട്ടുള്ളതൊന്നും ആർക്കും മറക്കാൻ പറ്റാത്ത കേസുകളാണ്. അതേപോലെ തന്നെ ഉല്ലാസ് പന്തളം, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെയാണ് അദ്ദേഹം ഒരുപാട് പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുത്തിട്ടുള്ളത്. ആ ഒരു കൂട്ടുകെട്ട് ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ്. അദ്ദേഹം സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്റ്റേജുകളിൽ പെർഫോമൻസ് ആയിരിക്കാം ആൾക്കാരെ കൂടുതൽ ചിരിപ്പിച്ചിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ ഒരു അടിപൊളി ഒരു പാവപ്പെട്ട കലാകാരനാണ് അദ്ദേഹം. ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ വന്നിരിക്കുന്ന സ്ഥലം കണ്ടോ, വളരെ അടിപൊളിയായിട്ടുള്ള നല്ല കൃഷിത്തോട്ടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. ഒരുപാട് വാഴക്കുലയൊക്കെ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഈ കാണുന്ന സ്ഥലത്തായിട്ടാണ് നോബി ചേട്ടൻ ഇപ്പോൾ വീട് വെച്ച് താമസിക്കുന്നത് കേട്ടോ. അത്രയ്ക്ക് നാച്ചുറലായിട്ടുള്ള വെഞ്ഞാറമൂടിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങൾ. ഇപ്പോൾ ഇതുവഴിയൊക്കെ വണ്ടികളൊക്കെ ഒരുപാട് പോകുന്നുണ്ട്. കാരണം ഇതുവഴിയൊക്കെയാണ് ഇപ്പോൾ ഫുള്ള് ട്രാഫിക്കും വിഷയങ്ങളൊക്കെ ആയിട്ട് വണ്ടികളൊക്കെ പോകുന്നത്. നോക്കിയേ, ഫുള്ളൊരു വയലോര മേഖലയാണ് കേട്ടോ. ആ ഗൈസ്, അങ്ങനെ ഞാനിപ്പോൾ നോബിച്ചേട്ടൻ്റെ അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പം തന്നെ ഇവിടെ ആയിട്ട് ഒരു ചർച്ചൊക്കെ ഉണ്ട്. ഒരു പഴയ ഒരു ചർച്ച കണ്ടോ, ചെറിയ ചർച്ചാണ്. അപ്പോൾ ഈ ചർച്ചിൻ്റെ മുന്നിൽ നിന്നുള്ള റോഡ്, ഈ കാണുന്ന ചെറിയ റോഡ് മുന്നോട്ട് പോകുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീട് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നങ്ങോട്ട് നടക്കാം. ഇതിനകത്തായിട്ടൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതുവഴിയൊക്കെ വരുമ്പോൾ വഴികളൊക്കെ മാറിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇവിടെയൊക്കെ തിരക്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും കാണാനുമില്ല. ഗൈസ്, അങ്ങനെ ഞാൻ ഉള്ളിലോട്ട് കയറി വന്നപ്പോൾ എന്താ ഇതുപോലൊരു സ്ഥലത്തെത്തി. ഇവിടെയൊക്കെ ഇങ്ങനെ ഫ്ലോട്ടുകളൊക്കെ തിരിച്ചിട്ടിരിക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊട്ട് അടുത്തായിട്ടാണ് പുള്ളിക്കാരൻ്റെ വീട് വരുന്നത്. തനി ഗ്രാമപ്രദേശം പോലുള്ളൊരു സ്ഥലം. എന്നാൽ ഇത് വെഞ്ഞാറമൂട് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അത്യാവശ്യം സിറ്റി ആയിട്ടുള്ളൊരു ഏരിയയാണ്. പിന്നെ ഉള്ളിലോട്ടൊക്കെ കയറി വരുമ്പോൾ ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ നടന്ന് മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കട്ടിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുവഴി വീണ്ടും താഴോട്ട് പോകണം അദ്ദേഹത്തിൻ്റെ വീട്ടിലോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ഞാൻ താഴോട്ട് ഇറങ്ങുവാണേ. സത്യം പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ വരുമ്പോൾ ഇവിടെ അധികം ആൾക്കാരൊന്നും വെളിയിലൊന്നും കാണാനില്ല. എല്ലാ വീടുകളും ഇങ്ങനെ പൂട്ടിക്കിടക്കുന്ന കണക്കാണ്. ഇനി ഇവിടെയെങ്കിലും ആൾ താമസം ഇല്ലാത്തതാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഗൈസ്, അങ്ങനെ നമ്മളിപ്പോൾ നോബിച്ചേട്ടൻ്റെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീടാണ് നമ്മുടെ ഈ മുന്നിലായിട്ട് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു അഡ്വക്കേറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളെ മുന്നിൽ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ പേരിവിടെ ഉണ്ട്, അഡ്വക്കേറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അനുഗ്രഹീത കലാകാരൻ നമ്മുടെ നോബിച്ചേട്ടൻ്റെ വെഞ്ഞാറമൂടുള്ള വീട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുള്ളറ്റൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. ഞാനെന്തായാലും ഒന്ന് ബെല്ലടിച്ച് നോക്കാം, ഇവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലയെന്നറിയാമല്ലോ. ഗേസ്, കുറച്ച് ടൈം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ, പക്ഷേ ഇവിടെ ആരെയും കാണുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരൊന്നും കാണുന്നില്ല കേട്ടോ. വൈഫിൻ്റെ അഡ്വക്കേറ്റിൻ്റെ ആ ഒരു പേര് മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ.
എൻ്റെ തൊട്ടടുത്തായിട്ടും വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ കൂടുതൽ വീടുകൾ ഇങ്ങനെ പൂട്ടിക്കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനെ കൊണ്ട് കൺഫ്യൂഷൻ ആവും ഏതാണ് വീട് എന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ്. വരുന്ന വഴിക്കൊന്നും അങ്ങനെ ആൾക്കാരെന്നുള്ള ഏരിയ എല്ലാം തോന്നുന്നു. ഒരുപാട് വീടുകളൊക്കെ കാണുന്നുണ്ട്.